ആദാബറസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ ഉറുദു കഴിഞ്ഞല്ലോ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? പ്രയാസമായിരുന്നോ അതോ എളുപ്പമായിരുന്നോ? ചിലർക്ക് വളരെ എളുപ്പവും ചിലർക്ക് ചില ചോദ്യങ്ങൾ ഏറെ പ്രയാസകരമായി തോന്നിയിട്ടുണ്ടാകും. ചോദ്യപേപ്പർ ചർച്ചയാണ് ഇന്ന്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: അഞ്ജലി खुशी से स्कूल पहुंची, वो अपने स्कूल के बारे में गाने लगी. അഞ്ജലി സന്തോഷത്തോടെ സ്കൂളിലെത്തി സ്കൂളിനെ കുറിച്ച് പാട്ടുപാടി. കിतना प्यारा स्कूल है मेरा, कितना न्यारा स्कूल है मेरा, बाग में अच्छे झूले हैं, बच्चे झूला झूलते हैं, सब मिलकर हम खेलते हैं, मैदान में हम खेलते हैं, हम सब उर्दू पढ़ते हैं, ഗീത് ഖുഷിക്കെ ഗാത്തെ ഹൈ. സ്കൂളിനെ കുറിച്ചുള്ള അഞ്ജലി പാടിയ പാട്ടാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഈ പ്രവർത്തനത്തിൽ നമ്മോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇവയാണ്. യേ ചോദ്യം: യേ ഗീത് കിസ്കെ ബാരമേ ഹെ? ഈ പാട്ട് എന്തിനെ കുറിച്ചുള്ളതാണ്? സ്കൂൾ കെ ബാരമേ, സ്കൂളിനെ കുറിച്ചുള്ളതാണ്. ബി ചോദ്യം: സ്കൂൾ കെ ബാരമേ ചാർ ജുംലെ ലിഖിയെ? സ്കൂളിനെ കുറിച്ച് 4 വരികൾ എഴുതുക. ഈ പാട്ടിൽ പറയപ്പെട്ടിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4 സെൻറ്റൻസ് എഴുതാം. മേരാ സ്കൂൾ പ്യാരാ ഹെ, മേരാ സ്കൂൾ ന്യാരാ ഹെ, സ്കൂൾ മേ ബാഗ് ഹെ, സ്കൂൾ മേ മൈദാൻ ഹെ, സ്കൂൾ മേ ജൂല ഹെ. ഈ രീതിയിലൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. സർഗർമി ദോ, രണ്ടാമത്തെ പ്രവർത്തനം: തസ്വീർ കെ നീച്ചെ മുനാസിബ് നാം ലിഖിയെ. ഷട്ടിലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഷട്ടിൽ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള 4 ചിത്രങ്ങൾക്ക് പേര് കൊടുക്കാനാണ്. ഒന്നാമത്തത് ക്രിക്കറ്റ്, 2 ഫുട്ബോൾ, 3 ഹോക്കി, 4 ആങ്ക് മച്ചൂലി. ഇവയെല്ലാം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറയപ്പെട്ടിട്ടുള്ള കളികളാണ്. ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് എഴുതാനായിരുന്നു അടുത്ത പ്രവർത്തനം. മേരാ പസന്ദീദ ഖേൽ ഡാഷ് ഹെ എന്ന് ചോദ്യപേപ്പറിലുണ്ട്. അവിടെ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കളിയുടെ പേരെഴുതുക. ഫുട്ബോൾ. യേ മൈദാൻ മേ ഖേൽത്തെ ഹൈ, ഇത് മുകളിലുള്ള ആ പാട്ടിൽ ഈ വരി നമുക്ക് കിട്ടും. യേ ഏക അച്ഛാ ഖേൽ ഹെ, ഇത് നല്ല ഒരു കളിയാണ്. ഏക ടീം മേ 11 ഖിലാഡി ഹൈ, ഒരു ടീമിൽ 11 കളിക്കാരുണ്ട്. ഈ ചോദ്യം 5ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസകരം തന്നെയാണ്. അല്പം കൂടി ഇഷാറ ഉണ്ടെങ്കിൽ, സൂചനകളുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. മറിച്ച് ഇത് കുട്ടികളിപ്പോൾ എഴുതുകയാണെങ്കിൽ അത് ഒരു കാണാപ്പാഠം പഠിച്ച് എഴുതുന്ന രീതിയിലാണ്. പരീക്ഷയാവുമ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പദങ്ങൾ ചേർത്ത് സെൻറ്റൻസ് എഴുതി ശീലിക്കുന്ന ഒരു രീതിയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ കൂടുതൽ ഇഷാരകൾ കൊടുത്ത് ഈ പ്രവർത്തനം കൊടുക്കുകയായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു, കുട്ടികൾക്ക് ഈസിയാകുമായിരുന്നു. സർഗർമി 3, മൂന്നാമത്തെ പ്രവർത്തനം ഒരു സംഭാഷണം എഴുതാനാണ്. 5ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉറുദുവിൽ 1ാം ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ നിലവാരമനുസരിച്ചുള്ള ഒരു ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ഇതിന് ഞാൻ കൊടുക്കുന്ന ഉത്തരം നോ ആണ്. കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ചുള്ള ചോദ്യമല്ല എന്ന് കൃത്യമായി പറയാവുന്ന ഒരു ചോദ്യമാണ് ഈ സംഭാഷണത്തിൻ്റെ ചോദ്യം. എന്തായാലും നമുക്ക് സംഭാഷണം എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. അഞ്ജലി കെ അബ്ബാജാൻ ബാസാർ സെ ഏക് അനാർ കാ പൗധ ലായെ. ഈ വരിയിൽ നിന്നാണ് കുട്ടി എന്തുണ്ടാക്കേണ്ടത്? നിങ്ങൾ സംഭാഷണം ഉണ്ടാക്കേണ്ടത്. അവിടെ ഒന്നുകൂടി 5ാം ക്ലാസ് ആയതുകൊണ്ട് ചോദ്യം നൽകി ഉത്തരം എഴുതാനുള്ള രൂപത്തിലോ മറ്റെന്തെങ്കിലും ഒരു എളുപ്പമുള്ള വഴിയായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ എന്ന അഭിപ്രായമുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങനെ സംഭാഷണം എഴുതാം. എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാസാറ് സ്ഥലമാണ്, അനാറ് ഉറുമാമ്പഴാണ്, പൗധ ചെടിയാണ്.
അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ആപ്കെ ഹാത്ത് മേ ക്യാ ഹെ, ഇത് ചോദ്യപേപ്പറിലുണ്ട്, ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഹാത്ത് മേ പൗദാ ഹെ എന്ന് കൊടുക്കാം. ഹാത്ത് മേ പൗദാ ഹെ, കയ്യിൽ ചെടിയാണ് എന്ന് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ അനാർക്ക പൗദ എന്ന് എഴുതിയാൽ പിന്നെ നമുക്ക് ചോദ്യം ഉത്തരം എഴുതൽ പ്രയാസമായിരിക്കും. രണ്ടാമത്തേത് എ കോൻസ പൗദാ ഹെ, ഇത് എന്തിൻ്റെ ചെടിയാണ്? അപ്പോൾ അവിടെ ഉത്തരം എ അനാർക്ക പൗദാ ഹെ. എ കോൻസ പൗദാ ഹെ, ഇത് എന്തിൻ്റെ ചെടിയാണെന്ന് ചോദിക്കുമ്പോൾ എ അനാർക്ക പൗദാ ഹെ, ഈ രീതിയിൽ എഴുതാം. നമ്മൾ ഫസ്റ്റ് ഉത്തരം തന്നെ ഇത് അനാർക്ക പൗദാ ഹെ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ചോദ്യവും ഒരു ഉത്തരവും മിസ് ചെയ്യും, നഷ്ടപ്പെടും. ഓക്കെ, അടുത്തത് യെ കഹാസെ ലായേ, ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? യെ കഹാസെ ലായേ, ഉത്തരം യെ ബാസാർ സെ ലായേ, ഇത് അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത്ര വരികളാണ് അവിടെ ചോദ്യപേപ്പറിൽ നമുക്കുള്ളത്. അത് ഈ വരിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. 5ാം ക്ലാസ്സിലെ വളരെ ബ്രില്യൻ്റായ കുട്ടികൾക്ക് ഇത് സിമ്പിളായിരിക്കാം ഒരു പക്ഷേ, എന്നാലും കൂടുതൽ പേർക്ക് ഒരു പക്ഷേ പ്രയാസം തോന്നിയത് ഇതായിരിക്കാം. സർഗർമി 4 നാലാമത്തെ പ്രവർത്തനം ഒരു കഥയാണ്. കഥ ഇങ്ങനെയാണ്, വളരെ സ്പീഡിൽ വായിക്കാം. സോനി കെ ഗർമേ ഏക്ക് ബക്കരി തി, സോനിയുടെ വീട്ടിൽ ഒരു ബക്കരി ഉണ്ടായിരുന്നു. ഉസ്ക നാം ചിന്നു തി, ആ ബക്കരിയുടെ ആടിൻ്റെ പേരെന്തായിരുന്നു? ചിന്നു ആയിരുന്നു. കാലു ബില്ലി ഉസ്ക ദോസ്ത് തി, കാലു ബില്ലി ആയിരുന്നു. കറുമ്പൻ പൂച്ചയായിരുന്നു അവൻ്റെ ചങ്ങാതി. ഏക്ക് ദിൻ ദോനം ആം കെ പേട് കെ നീച്ചെ ഖേൽ രഹി തി, ഒരു ദിവസം അവർ രണ്ടുപേരും മാവിൻ്റെ ചോട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ചാനക്ക് ഏക്ക് നന്ന കൗവ, പെട്ടെന്ന് ഒരു ചെറിയ പക്ഷി, ഘോൻസലേസെ, നന്ന കൗവ പറഞ്ഞാൽ ചെറിയ കാക്ക, ഗോൻസലയിൽ നിന്ന് നീച്ചെ ഗിറപ്പട, കൂട്ടിൽ നിന്ന് താഴെ വീണു. ബച്ചാവോ ബച്ചാവോ വോ റോനെ ലഗ, രക്ഷിക്കണേ രക്ഷിക്കണേ, അവൻ കരയാൻ തുടങ്ങി, ആ കാക്ക കരയാൻ തുടങ്ങി. ചിന്നു ഓർ കാലു, ചിന്നുവും കാലുവും, നന്നെ കൗവേക്കോ, ആ കുഞ്ഞു കാക്കയെ, അമ്മി കൗവേക്കെ പാസ് ലേകയ, തള്ളക്കാക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോയി, ആക്കി കൊടുത്ത്. അപ്പം നന്ന കൗവ ബഹുത്ത് ഖുശ് ഹുവ, നന്ന കൗവക്ക് അത് കണ്ടപ്പോൾ, ആക്കിയപ്പോൾ, അമ്മയെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഇനി ഇതിലെ ചോദ്യങ്ങളാണ്. ഇതിൻ്റെ താഴെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ഉള്ളത്. സോനി കെ ഗർമേ ക്യാത്തി, സോനിയുടെ വീട്ടിൽ എന്താണ് ഉണ്ടായിരുന്നത്? അപ്പോൾ ക്യാ എന്നതാണ് ചോദ്യം, എന്താണ് ഉള്ളത്? അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ് നമ്മൾ നല്ലോണം വായിച്ചാൽ പെട്ടെന്ന് കിട്ടും. സോനി കെ ഗർമേ ഏക്ക് ബക്കരിത്തി, ഒരു ആടാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം ചിന്നു കാ ദോസ്ത് കോൻ തി, ചിന്നുവിൻ്റെ കൂട്ടുകാരൻ ആരായിരുന്നു? ചിന്നു ആരാണ്? ബക്കരിയാണ്. ആ ബക്കരിയുടെ കൂട്ടുകാരൻ ആരായിരുന്നു എന്നതാണ് ചോദ്യം. ഉത്തരം ചിന്നു കാ ദോസ്ത് കാലു ബില്ലി തി, ചിന്നുവിൻ്റെ ദോസ്ത് ആരായിരുന്നു? ആ കറുമ്പൻ പൂച്ചയായിരുന്നു ചിന്നുവിൻ്റെ ദോസ്ത്. ഇനി അതിലെ അടുത്ത ചോദ്യം നന്ന കൗവ കഹാസെ നീച്ചെ ഗിർപ്പട, നന്ന കൗവ എവിടുന്നാണ് താഴോട്ട് വീണത്? ഉത്തരം ഘോൻസിലേസെ, കൂട്ടിൽ നിന്ന് താഴെ വീണു. അടുത്ത് നന്ന കൗവ ക്യോ ഹുഷുവ, എന്തുകൊണ്ടാണ് സന്തോഷിച്ചത്? ഇതിനു മുമ്പുള്ള 3 ചോദ്യങ്ങളും ഡയറക്റ്റ് വായിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന ചോദ്യമാണ്. ഈ നന്ന കൗവ എന്തുകൊണ്ട് സന്തോഷിച്ചു എന്നുള്ളത് പിന്നെ നല്ലോണം വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ എഴുതാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഉത്തരം ചിന്നു ഓർ കാലു നന്നെ കവ്വേക്കോ അമ്മി കവ്വേക്കെ പാസ് ലേഗയ, ചിന്നുവും കാലുവും ആ കുഞ്ഞു പക്ഷിയെ അമ്മ പക്ഷിയുടെ അടുത്തേക്ക്, അമ്മ കാക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ അമ്മ കാക്കയെ കണ്ടപ്പോഴാണ് നന്ന കൗവക്ക് എന്തായത്? സന്തോഷമായത്. നമ്മൾ ആ കഥയിൽ നിന്നുള്ള ഒരു സെൻറ്റൻസ് തന്നെ നേരെ എടുത്ത് വെച്ച് ഉത്തരമാക്കി എഴുതിയതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക. 5ാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ഒരു ചിത്രം കൊടുത്ത് അതിൻ്റെ താഴെ ഗാന്ധി എന്ന് എഴുതിയിട്ടുണ്ട്. നെഹ്റുവിൻ്റെയും ആസാദിൻ്റെയും ചിത്രങ്ങൾ നൽകി അവരുടെ പേരെഴുതാനും ഏതെങ്കിലും ഒരാളെക്കുറിച്ച് എഴുതാനുമാണ് ആവശ്യപ്പെട്ടത്. ये गांधी जी है, गांधी जी का पूरा नाम मोहनदास करमचंद गांधी है.
വോ ഹമാര ബാബായെ കൗം ഹെ. ഇത് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ്. നമ്മൾ ഇന്നലെ ഡിസ്കഷൻ ചെയ്തപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ ഇത് ഒരു കാണാപാഠം പഠിച്ച് കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നതായി എനിക്ക് തോന്നി. ഒന്നുകൂടി ഇവിടെ ഏതെങ്കിലും ചില ഓപ്ഷൻസ് ഒരു പ്രൊഫൈൽ എഴുതുന്ന രൂപത്തിൽ ഓപ്ഷൻസ് ഇഷാരകളൊക്കെ കൊടുത്തുകാണ്ട് എഴുതിക്കുകയാണെങ്കിൽ ഒന്നുകൂടി കുട്ടികൾക്ക് എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ചോദ്യം എങ്ങനെ അനുഭവപ്പെട്ടു? ഇത് ഈസി ആയിരുന്നോ പ്രയാസമായിരുന്നോ എന്നൊക്കെ നിങ്ങൾ അറിയിക്കുക. ആറാമത്തെയും അവസാനത്തെയും ചോദ്യം ഒരു പാട്ട് കവിത നൽകിയിട്ടുണ്ട്. മേരെ അബ്ബ ആയേ ഹൈ, ദോ ഗുഡിയ വോ ലായേ ഹൈ, മേരി അമ്മി ആയി ഹൈ, തീൻ ആം വോ ലായി ഹൈ, മേരെ ഭയ്യ ആയേ ഹൈ, ചാർ ഗേന്ദ് വോ ലായേ ഹൈ. ഒരു ഭാഗത്ത് റിഷ്തേദാർ വീട്ടുകാരും തൊട്ടപ്പുറത്ത് എണ്ണൽ സംഖ്യകളും ചില വസ്തുക്കളും. ഇതിൻ്റെ ബാക്കി മേരി ബഹന ആയി ഹൈ, പാഞ്ച് ഗുബ്ബാരെ ലായി ഹൈ, ദാദാ മേരെ ആയേ ഹൈ, സാത്ത് കലം വോ ലായേ ഹൈ, ദാദി മേരി ആയി ഹൈ, ആട്ട് മിഠായിയാ ലായി ഹൈ. ഈ പദ്യത്തിലും ഇവിടെയും ഒരു ഭാഗത്ത് റിഷ്തേദാർ വീട്ടിലുള്ളവരും തൊട്ടപ്പുറത്ത് എണ്ണൽ സംഖ്യകളും ചില കാര്യങ്ങളും. ഇതിന് താഴെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം ഒരു മുത്തശ്ശിയുടേതാണ്. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദാദി ആട്ട് മിഠായിയാ ലായി ഹൈ. എങ്ങനെയാണ് എഴുതുന്നത്? ഒരു ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് എഴുതാം. ഈ ചിത്രത്തിൽ ബലൂണാണുള്ളത്. ഇപ്പോൾ ബലൂണിൻ്റെ ഉറുദു നമുക്കറിയില്ലെങ്കിലും നമുക്കെന്തറിയാം, എത്ര ബലൂൺ ഉണ്ടെന്ന് എണ്ണി നോക്കാം. ബലൂൺ 1 2 3 4 5 ബലൂണുണ്ട്. 5 ഉറുദുവിൽ എന്തറിയാം? പാഞ്ച് ആണെന്നറിയാം. അപ്പോൾ പാഞ്ച് വരുന്ന ഒന്നാമത്തെ വരിയിൽ രണ്ടാമത്തെ സൈഡിൽ പാഞ്ച് ഗുബ്ബാരെ എന്നുണ്ട്. അപ്പോൾ ഗുബ്ബാരെ ആയിരിക്കും എന്ത്? ബലൂണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ ബഹന എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കറുത്ത നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. ബഹന എന്ന് പറഞ്ഞാൽ ബഹനാണ്, സഹോദരിയാണ്. അപ്പോൾ ബഹന പാഞ്ച് ഗുബ്ബാരെ ലായി ഹൈ. ഇതേ രീതിയിലാണ് എഴുതുക. അപ്പോൾ നമുക്ക് ആ ചിത്രം നോക്കിയാൽ ഒന്നുകിൽ ആ ചിത്രത്തിലുള്ള വസ്തുവിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ ചിത്രത്തിലുള്ള വസ്തു എത്ര എണ്ണാണ് അതിൻ്റെ എണ്ണൽ സംഖ്യ നമുക്കറിയെങ്കിൽ സുഖമായിട്ട് നമുക്ക് എഴുതാം. ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് കയ്യിൽ പിടിക്കുന്നത് കലമാണ് എന്ന് കാണാം, പേനയാണ്. പക്ഷെ എണ്ണാൻ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും കലം ഏത് വരിയിലാണുള്ളത്? സാത്ത് കലം. അപ്പോൾ ദാദാ സാത്ത് കലം ലായേ ഹൈ. ഇനി ഇവിടെ ഇതേപോലെ തന്നെയാണ്. അബ്ബ ദോ ഗുഡിയ ലായേ ഹൈ, അമ്മി തീൻ ആം ലായി ഹൈ, ഭയ്യ ചാർ ഗേന്ദ് ലായേ ഹൈ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ലായാഹെ ലായിഹെ ലായേ ഹൈ എന്നുള്ളത് തെറ്റാൻ പാടില്ല. അത് ആ വരിയിൽ എങ്ങനെയാണോ കൊടുത്തത്, അമ്മീന്ന് തരുമ്പോൾ ലായി ഹൈ എന്നാണ് ഉണ്ടാവുക. അതേ രീതിയിൽ ശരിയായ രീതിയിൽ തന്നെ കൊടുക്കണം. ഓക്കെ. 5ാം ക്ലാസ്സിലെ ഉറുദു പരീക്ഷയെക്കുറിച്ച് നിങ്ങളുടെ പൊതുവായ അഭിപ്രായം എങ്ങനെയാണ്? പരീക്ഷ ഈസി ആയിരുന്നോ പ്രയാസമായിരുന്നോ? നിങ്ങൾക്ക് ഏറ്റവും ഈസിയായി തോന്നിയ പ്രവർത്തനം എത്രാമത്തെ പ്രവർത്തനമാണ്? ഏറ്റവും പ്രയാസമായി തോന്നിയ പ്രവർത്തനം ഏതെങ്കിലും ഉണ്ടോ? ഏതാണ് എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ശുക്രിയ. ഖുദ ഹാഫിസ്.